ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 35. ദേവാലയത്തിലെ പണ്ഡിതന്മാരോട് ഈശോ തർക്കിക്കുന്നു. ദേവാലയങ്ങളുടെ ബ്രഹ്മാണ്ഡമായ കെട്ടിടങ്ങളിലൊന്നിൽ ഒരു സംഘം പണ്ഡിതന്മാർ ദൈവശാസ്ത്രപരമായ ഒരു സംവാദം ആരംഭിച്ചിരിക്കുന്നു. പണ്ഡിതരിൽ ഒരു വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഗമാലിയേലും അദ്ദേഹത്തിൻ്റെ ഗുരുവും ബന്ധുവുമായ ഹില്ലേലുമാണ്. ഗമാലിയേലിൻ്റെ ആളുകൾ വിശാല വീക്ഷണവും ഔദാര്യവും ഉള്ളവരാണ്. എന്നാൽ കൂടുതൽ അംഗങ്ങളുള്ള വേറൊരു ഗ്രൂപ്പുണ്ട്. അതിൻ്റെ നേതാവ് ഷമ്മായി ആണ്. അവർ യാഥാസ്ഥിതികരും അസഹിഷ്ണുക്കളും വിദ്വേഷത്തോടെ പെരുമാറുന്നവരുമാണ്. ഗമാലിയേലും ചുറ്റുമുള്ള ശിഷ്യരും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് സംസാരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗമാലിയേൽ സംസാരിക്കുന്നത്. മിശിഹ ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം. കാരണം ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിന് കൽപ്പന പുറപ്പെടുവിച്ചു കഴിഞ്ഞ് 70 ആഴ്ചകൾ 10 വർഷം മുമ്പ് തന്നെ കഴിഞ്ഞു. ഷമ്മായി അതിനെ എതിർത്ത് സംസാരിക്കുന്നു. ദേവാലയം പുനരുദ്ധരിക്കപ്പെട്ടു എന്നത് ശരിയാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ അടിമത്തം വർദ്ധിക്കുകയാണ് ചെയ്തത്. സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കുന്ന മിശിഹ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന സമാധാനം ലോകത്തിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു, പ്രത്യേകിച്ച് ജെറുസലേമിൽ നിന്ന്. തർക്കം അങ്ങനെ അവസാനമില്ലാതെ നീളുന്നു. എല്ലാവർക്കും തങ്ങളുടെ പാണ്ഡിത്യം പ്രത്യേകിച്ച് അവിടെ കൂടിയിരിക്കുന്ന കാണികളുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം എന്ന് മാത്രമാണ് ഉദ്ദേശം. അടുത്തു നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ബാലൻ്റെ തെളിഞ്ഞ സ്വരം കേൾക്കുന്നു. ഗമാലിയേൽ പറഞ്ഞത് ശരിയാണ്. അത് ജനങ്ങളുടെ ഇടയിലും പണ്ഡിതരുടെ ഇടയിലും ചലനം സൃഷ്ടിച്ചു. ഇടയ്ക്ക് കയറി പറഞ്ഞത് ആരാണെന്നവർ അന്വേഷിക്കുന്നു. എന്നാൽ അവൻ ഒളിക്കുന്നില്ല. ജനങ്ങളുടെ ഇടയിലൂടെ വഴിയുണ്ടാക്കി റബ്ബിമാരുടെ അടുത്തേക്ക് ചെന്നു. നീ ആരാണ്? അവർ ചോദിക്കുന്നു. നിയമം അനുശാസിക്കുന്നത് നിറവേറ്റാൻ വന്ന ഒരു ഇസ്രായേൽ പുത്രനാണ്. ഈശോ ധൈര്യപൂർവ്വം തുറന്നടിച്ച് പറഞ്ഞ മറുപടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നിന്റെ പേരെന്താണ്? നസ്രത്തിലെ ഈശോ. ഷമ്മായി വിഭാഗക്കാരുടെ താല്പര്യമെല്ലാം മങ്ങിപ്പോയി. എന്നാൽ ഗമാലിയേൽ കൂടുതൽ താല്പര്യത്തോടെ ഹില്ലേലിനോട് ബഹുമാന പുരസ്സരം പറയുന്നു. ബാലനോട് എന്തെങ്കിലും ചോദിക്കൂ. നിന്റെ നിഗമനത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹില്ലേൽ ചോദിക്കുന്നു. ഈശോ പറയുന്നു, പ്രവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സമയവും ആഴ്ചകളും ശരിയായിരുന്നു. പ്രവചനം നിറവേറിയപ്പോൾ അതെല്ലാം സംഭവിച്ചു. ജനസംഖ്യയെ തിട്ടപ്പെടുത്താൻ കൽപ്പന അയക്കത്തക്ക വിധം ലോകം മുഴുവനും പാലസ്തീനയും സമാധാനത്തിലായിരുന്നു. സാമ്രാജ്യത്തിൽ എവിടെയെങ്കിലും യുദ്ധവും ലഹളയും നടന്നിരുന്നുവെങ്കിൽ ഇത് ചെയ്യുവാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. സമയം പൂർത്തിയായിരുന്നു. അതേക്കുറിച്ച് സംശയിക്കാൻ കഴിയുമോ? കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളായ മനുഷ്യർ കണ്ട നക്ഷത്രം നീ ഓർമ്മിക്കുന്നില്ലേ? ബത്ലഹേമിലെ ആകാശത്തിൽ അത് വന്ന് നിന്നില്ലേ? യാക്കോബ് കണ്ട ദർശനങ്ങളും തുടർന്നുള്ള പ്രവചനങ്ങളും മിശിഹായുടെ ജനന സ്ഥലമായി പറഞ്ഞിട്ടുള്ളത് ആ സ്ഥലം തന്നെയല്ലേ? കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികളായ മനുഷ്യർ ആ നക്ഷത്രം കണ്ടു. അതിൻ്റെ പേരും മനസ്സിലാക്കി. മിശിഹ തങ്ങളുടെ വിശുദ്ധിയും വിശ്വാസവും അവരുടെ കണ്ണുകളെയും കാതുകളെയും തുറന്നു. അവർ കണ്ടു, അവർ ഗ്രഹിച്ചു. അതിനാൽ അവർ ലോകത്തിലേക്കിറങ്ങിയ പ്രകാശത്തെ ആരാധിക്കാനായി വന്നു. ഷമ്മായി ഈശോയെ അതിരൂക്ഷമായി നോക്കിക്കൊണ്ട് ചോദിക്കുന്നു, നക്ഷത്രം കണ്ട സമയത്ത് ബത്ലഹേമിൽ എഫ്രാത്തായിൽ മിശിഹ ജനിച്ചു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? ഈശോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷമ്മായി, എന്നാൽ അവൻ ഇപ്പോൾ ഇല്ല കുട്ടി. നിനക്കറിഞ്ഞുകൂടെ? ബത്ലഹേമിലും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ജനിച്ച ഒരു ദിവസം മുതൽ 2 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികളെയും ഹെറോദസ് സംഹരിച്ച വിവരം വിശുദ്ധ ലിഖിതങ്ങളിൽ ജ്ഞാനമുള്ള നീ ഇതും അറിഞ്ഞിരിക്കേണ്ടതല്ലേ? റാമായിൽ ഞാൻ കേൾക്കുന്നു. അത് റേച്ചൽ അവളുടെ മക്കളെക്കുറിച്ച് കരയുന്നതാണ്. മരിച്ചുപോയ തങ്ങളുടെ കുട്ടികളെ ഓർത്ത് അമ്മമാരെല്ലാം വീണ്ടും കരയുകയായിരുന്നു. അവരുടെ കൂടെ തീർച്ചയായും മിശിഹായുടെ അമ്മയും ഉണ്ടായിരുന്നു. ഈശോ പറയുന്നു, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. റേച്ചലിൻ്റെ കരച്ചിൽ ഒരു ഓശാനയായി തീർന്നു. കാരണം സങ്കടത്തിൻ്റെ പുത്രൻ ജനിച്ചു. അതേ സ്ഥലത്ത് പുതിയ റേച്ചൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പുത്രനെ ദൈവജനത്തിൻ്റെ ചെങ്കോലിൻ കീഴെ ഒരുമിച്ച് കൂട്ടി. ഏറ്റവും ഭയാനകമായ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്ന പുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്തു. ഷമ്മായി പറയുന്നു, അവൻ വധിക്കപ്പെട്ടെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കും? ഈശോ പറയുന്നു, ഏലിയായെക്കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അയാൾ അഗ്നിരഥത്തിൽ സംവഹിക്കപ്പെട്ടു. കർത്താവായ ദൈവത്തിന് തൻ്റെ ഇമ്മാനുവേൽ സ്വന്തം ജനത്തിൻ്റെ മിശിഹ ആകുന്നതിനു വേണ്ടി അവനെ രക്ഷിക്കാൻ കഴിയുകയില്ലേ?
മോശയുടെ മുമ്പിൽ കടലിനെ വിഭജിച്ച് നിർത്തിയവന് മനുഷ്യൻ്റെ ക്രൂരതയിൽ നിന്ന് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ രക്ഷിക്കാൻ ദൈവദൂതരെ അയക്കാൻ കഴിയുമായിരുന്നില്ലേ? ഞാൻ സഗൗരവം പറയുന്നു, ക്രിസ്തു ജീവിച്ചിരിക്കുന്നു, നിങ്ങളുടെ ഇടയിലുണ്ട്. സമയം വരുമ്പോൾ സ്വന്തം ശക്തിയാൽ അവൻ സ്വയം വെളിപ്പെടുത്തും. ഹില്ലേൽ, കുട്ടി, നിന്നെ ആരാണ് ഈ വാക്കുകൾ പഠിപ്പിച്ചത്? ഈശോ, മനുഷ്യരാരുമല്ല, ഇത് എൻ്റെ അധരങ്ങൾ വഴി സംസാരിക്കുന്ന കർത്താവിൻ്റെ വചനമാണ്. ഹില്ലേൽ പറയുന്നു, കുഞ്ഞേ, ഞങ്ങളുടെ അടുത്ത് വരൂ, നിന്നെ ഞാൻ കാണട്ടെ. നിന്റെ വിശ്വാസം വഴി എൻ്റെ പ്രത്യാശ പുതുജീവൻ പ്രാപിക്കട്ടെ. നിന്റെ ആത്മപ്രകാശം കണ്ട് എൻ്റെ ആത്മാവ് പ്രകാശിക്കട്ടെ. ഈശോയെ ഗമാലിയേലിൻ്റെയും ഹില്ലേലിൻ്റെയും ഇടയ്ക്ക് ഒരു പൊക്കമുള്ള സ്റ്റൂളിൽ ഇരുത്തുന്നു. വായിച്ച് വ്യാഖ്യാനം നൽകാൻ വേണ്ടി ഏതാനും ചുരുൾ കൊടുക്കുന്നു. ഈശോ തെളിഞ്ഞ സ്വരത്തിൽ വായിക്കുന്നു. എൻ്റെ ജനമേ, ആശ്വസിക്കുക. ജെറുസലേമിൻ്റെ ഹൃദയത്തോട് സംസാരിക്കുന്നു. മരുഭൂമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, കർത്താവിന് വഴിയൊരുക്കുവിൻ. അപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിവാക്കപ്പെടും. ഷമ്മായി, ഹേ നസ്രായൻ, അത് കണ്ടോ? ഒരു മുന്നോടിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അയാളെവിടെ? നീ വിവരക്കേടാണ് പറയുന്നത്. ഈശോ പറയുന്നു, ഞാൻ പറയുന്നു, മുന്നോടിയായവൻ്റെ താക്കീത് മറ്റാർക്കെങ്കിലും എന്നതിലധികം നിങ്ങൾക്കാണ് നൽകേണ്ടത്, നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ളവർക്കും. അല്ലാത്ത പക്ഷം നിങ്ങൾ ദൈവമഹത്വം കാണുകയില്ല, ദൈവവചനം നിങ്ങൾ ഗ്രഹിക്കുകയുമില്ല. കാരണം നിങ്ങളുടെ നീചത്വം, അഹങ്കാരം, അസത്യം എന്നിവ കാഴ്ചയിലും കേൾവിയിലും നിന്ന് നിങ്ങളെ തടയുന്നു. ഷമ്മായി, ഒരു ഗുരുവിനോട് ഇങ്ങനെ സംസാരിക്കുവാൻ നീ ധൈര്യപ്പെടുന്നുവോ? ഈശോ പറയുന്നു, ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മരണം വരെയും ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും. കാരണം എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിൻ്റെ താല്പര്യങ്ങളാണ്, അതും സത്യത്തോടുള്ള സ്നേഹവും. ഞാൻ സത്യത്തിൻ്റെ പുത്രനാകുന്നു. റബ്ബി, പ്രവാചകൻ പറയുന്നതും ഞാൻ പറയുന്നതുമായ അടിമത്തം നിങ്ങൾ വിചാരിക്കുന്നതല്ല, രാജത്വവും നിങ്ങൾ വിചാരിക്കുന്നതല്ല. നേരെ മറിച്ച് മിശിഹായുടെ യോഗ്യതകൾ വഴി മനുഷ്യൻ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടും. എല്ലാ നുഖങ്ങളിലും നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ട ആത്മാക്കളിൽ ക്രിസ്തുവിൻ്റെ അടയാളം പതിക്കപ്പെടുകയും അവർ നിത്യരാജ്യത്തിലെ പൗരന്മാരായി തീരുകയും ചെയ്യും. ഷമ്മായും കൂട്ടരും, ഈ നസ്രായൻ സാത്താനാണ്. ഹില്ലേലും കൂട്ടരും പറയുന്നു, അല്ല, ഈ കുട്ടി ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണ്. കുട്ടി, എൻ്റെ കൂടെ വസിക്കൂ. എൻ്റെ വാർദ്ധക്യത്തിൽ എൻ്റെ അറിവ് നിൻ്റെ അറിവിലേക്ക് അലിഞ്ഞു ചേരട്ടെ. നീ ദൈവജനത്തിൻ്റെ ഗുരുവായി തീരട്ടെ. ഇരുവിഭാഗവും തമ്മിൽ വാദപ്രതിവാദത്താൽ ശബ്ദമുഖരിതമായി. ഈശോ പറയുന്നു, ഞാൻ സഗൗരവം പറയുന്നു, നിന്നെപ്പോലെ അനേകരുണ്ടായിരുന്നെങ്കിൽ ഇസ്രായേലിന് രക്ഷ കൈവരുമായിരുന്നു. എന്നാൽ എൻ്റെ സമയം ഇനിയും വന്നിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് സ്വരങ്ങൾ എന്നോട് സംസാരിക്കുന്നു. എൻ്റെ സമയം ആകുന്നതുവരെ ഞാൻ അവയെല്ലാം ഏകാന്തതയിൽ ശേഖരിക്കണം. അപ്പോൾ എൻ്റെ അധരങ്ങൾ കൊണ്ടും എൻ്റെ രക്തം കൊണ്ടും ഞാൻ ജെറുസലേമിനോട് സംസാരിക്കും. എൻ്റെ നാഴികയിൽ എനിക്കായി കാത്തിരിക്കൂ. ഈ കല്ലുകൾ എൻ്റെ സ്വരം വീണ്ടും കേൾക്കും. എൻ്റെ അവസാന വാക്കുകൾ കേട്ട് പ്രകമ്പനം കൊള്ളും. ആ ശബ്ദത്തിൽ ദൈവസ്വരം കേട്ട് അത് നിമിത്തം അവനിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാകും. ഈശോയുടെ മുഖം ആത്മീയ തീക്ഷ്ണതയാൽ കത്തിജ്വലിക്കുന്നു. ചുറ്റുമുള്ള പണ്ഡിതർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു.